ഗ്ലിച്ച് ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ അകത്ത് കറി തെറിച്ചു പോയാൽ. ഇല്ല, റെസൊല്യൂഷൻ എവിടെ കിടക്കണം? സ്ക്രീൻ റെസൊല്യൂഷൻ ഇത് പറ്റിയാ മതി. സ്ക്രീൻ റെസൊല്യൂഷൻ കണ്ടോ? 1080 ഒന്നും അല്ലായിരുന്നു ബ്രാവോ കിടന്നേ, കണ്ടോ? 2K എന്താന്ന് തോന്നല്ലേ? അല്ലല്ല 2K അല്ല, അത് വേറെന്തോ വൃത്തിയായിട്ട് റെസൊല്യൂഷനിലാണ് കിടന്നേ. ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നല്ലോ സ്ക്രീൻ. ഇത് എവിടെയായിരുന്നു? നേരെ നേരെ പേഷ്യൻസ് ഇല്ലാത്തവർക്ക് പറ്റിയതല്ല ഈ കളി. പേഷ്യൻസ് വേണം ഈ കളി കളിക്കാൻ. ലിഫ്റ്റ് ഉണ്ടാവും. ബ്രാവോക്ക് അറിയോ, എന്റെ ആസ് എ സ്ട്രീമർ എന്റെ സക്സസ് പോലും പേഷ്യൻസാ. അത് വളരെയധികം സത്യമായ ഒരു കാര്യമാണ്. സത്യം. എത്ര വർഷം നമ്മള് വ്യൂവേഴ്സ് അതാ പേഷ്യൻസിന്റെ നമ്മുടെ തമ്മിലുള്ള സത്യം. നമുക്ക് പക്ഷെ ആ പേഷ്യൻസ് അല്ലായിരുന്നു, നമുക്ക് രണ്ടുപേരും മെന്റൽ പേഷ്യൻസ് ആയിരുന്നു. നമ്മൾ രണ്ടുപേരും ആ സമയത്ത് മനസ്സിലായ അതല്ലായിരുന്നു, നമ്മൾ മെന്റൽ പേഷ്യൻസ് ആയിരുന്നു നമ്മൾ ആ സമയത്ത്. അതൊരു പേഷ്യൻസ് ആണല്ലോ. അതെ 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 അതെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം സമയദോഷമാണ്. അവിടെ അത് കണ്ടോ നേരെ അതിലോട്ട് ചാടി കയറണം. അവിടെ നിന്ന് ചാടി ഒരിക്കലും കയറാൻ പറ്റൂല. ജമ്പ് ചെയ്ത് നോക്കികളെ അപ്പഴേ നമ്മൾ അറിയത്തുള്ളൂ. എല്ലാരും ട്രൈ അല്ലേ? കണ്ടോ ഇവിടുന്ന് എങ്ങനെ പോവും ഞാന്? റൈറ്റിലോട്ട് ചാട്, റൈറ്റിലോട്ട് റൈറ്റിലൊരു വഴിയുണ്ട്. റൈറ്റിലെ റൈറ്റ് സൈഡ് അതന്നെ. റൈറ്റിലെ പൈപ്പിലോട്ട് നേരെ നിൽക്കണേ, നേരെ ഇല്ലെങ്കിൽ കമ്പി തട്ടി തറയുന്നു. അയ്യോ ജസ്റ്റ് ഇനി പുറകില്ലേ, പുറകില് ഇത് വഴിയല്ല, തിരിച്ച് പുറകിലായിരുന്നു വഴി. അങ്ങോട്ടില്ല അങ്ങോട്ടില്ല. താഴ്ന്നിട്ട് പോണോ? റീസ്റ്റാർട്ടില്ല. നിങ്ങൾ ലൈവ് കണ്ടാണ് ഇത് പറയണേ? എടാ മൊണ്ണെ, നിനക്കിത് കളിക്കാൻ കഴിവില്ലെന്നോ നിനക്കറിയാം, മോളിലെത്തത്തില്ലെന്ന് നിനക്കറിയാം. അതാ തെളിയിച്ച കാര്യമാ. നീ ആ തേങ്ങയായിട്ട് വല്ല ബീച്ചിന്റെ നീ വല്ല തേങ്ങയായിട്ട് വല്ല ബീച്ചിന്റെ കരക്കെങ്ങാണ് പോയിരിക്കുക, നല്ലത്. ഇത് 10 ദിവസം അടി കൂടിരുന്ന് കളിച്ചിട്ട് പോലും പകുതി പോലും എത്തിയില്ല. അതെന്റെ ഈഗോ ഹേർട്ട് ചെയ്ത് ജോക്കി, സത്യം പറയാം, എന്റെ ഈഗോ ഹേർട്ടായി. ഭയങ്കര മോട്ടിവേഷൻ ആണോ ബ്രാവോ നീ? എടാ ഇത് നിനക്ക് അറിയാത്തോണ്ടാ ഇതിന് പിന്നിലെ കഥ. നീ പണ്ട് KVL മറ്റേ അടിയേക്കുന്ന സമയമായിരുന്നു നിനക്ക്, മനസ്സിലായോ? നീ എൻജോയ് ചെയ്തിട്ടില്ലടാ ഇവൻ താഴെ വീഴുന്ന കണ്ടിട്ട്. നീ ചിലപ്പോ ഓർമ്മയില്ലാന്നാ ഉറപ്പാണ്. ഇത് നമ്മള് വഴി തെറ്റിപ്പോയാണ്. നിനക്കൊന്നും ഉറക്കമില്ലടാ. മണിയായിട്ടാ, സ്കൂളൊന്നും ഇല്ലല്ലോ. അത് വേറെ ഏതോ യൂണിവേഴ്സ്. നമ്മളെ ഇത് ഇങ്ങനെ പേടിച്ച് കളിക്കുമ്പോഴേ ഇത് ഭയങ്കര സിമ്പിൾ ആക്കി കളിച്ച ഇത് ഈസിയാ. എടാ ഇതൊന്ന് താഴെ വീഴാതെ ഒരു തവണ മറ്റേ ആനയുടെ അവിടെ എത്തൂ. പിന്നെ ഈ അതൊക്കെ ഈസിയാ ജോക്കി. ഇവിടം വരെ എത്തിയോ? തറ വീഴാതെ ഒരു വട്ടം ആന എടുക്കാൻ എത്തിക്കഴിഞ്ഞാ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ 6-ാം തീയതി ലൈവ് വരാം.
ഉറപ്പ്. ഉറപ്പ്. അപ്പൊ ആറാമത്തെ പറ്റത്തില്ല. ഏഴാമത്തെ അതാ ഇത് ഇത് അത് ഈ ട്രൈ താഴെ വീഴാതെ ഞാൻ ആനയുടെ അവിടെ വരെ എത്തിയും ജോക്കി 6ാം തീയതി ലൈവ് തരണം. ആ ഓക്കെ അല്ലേ? ആ. Guys, ജോക്കിയുടെ ലൈവ് കാണാൻ റെഡി ആയിരുന്നു. ഈ ഒറ്റ ട്രൈയിലെ അല്ല 2 ട്രൈ എത്ര പാവം, 3 try കൊടുക്കും, 2 3 ഇപ്പോഴത്തെ 3 ജോക്കി ഞാൻ ഇത് കേറിയിട്ട് ജോക്കി ലൈവ് വന്നില്ല. ജോക്കി ശുക്ലമണിയേ ചുക്കുമണിയാ. ശുക്ലമണിയാ. എടാ ഞാൻ ലൈവ് വരുന്നാ പറഞ്ഞ, അല്ലാണ്ട് പേരൊന്നും ഞാൻ പറഞ്ഞത്. നീ ചാടാദ്യം താഴെ വീടണേ. അല്ല ഇതുവഴിയല്ല, ഇതുവഴി പോവാം. എല്ലാരും ജോക്കിയുടെ ലൈവ് കാണാൻ റെഡിയായി സന്തോഷത്തോടെ ഇരുന്നു. ബാക്കി 2028 ആയാലും ഇനി വരേണ്ട ആവശ്യമില്ല. തളർത്താൻ പല കുണ്ടകളും പലതും പറയും. കൊറേ മനസ്സ് കോൺസെൻട്രേഷൻ പിന്നെ ഭയങ്കര കോൺസെൻട്രേഷൻ കേട്ടോ. മനസ്സിലായി എനിക്ക് പ്രശ്നം മനസ്സിലായി. ഈ DUI തുടരണ്ട, ഡബ്ല്യു മാത്രം തെക്കി ബൗസ് തിരിച്ചാൽ ആനയുടെ അവിടെ ചുമ്മാ എത്താൻ ബ്രാവോ. സിമ്പിള്. ആന അടുത്താണോടാ? ആ എനിക്കറിയത്തില്ല, പണ്ട് ഇവൻ ആനയുടെ അവിടെ എത്തിയിട്ടുള്ളൂ. അതാ ഞാൻ ആ ഒരു ബുദ്ധി പറയുന്നത്. ആ ആ തന്തയില്ലാത്ത മനസ്സ്. ഇത് തെറ്റിപ്പോയോ ചെറുതായിട്ട്? ഇല്ല കുഴപ്പമില്ല, നേരെ വെക്കും. അല്ല അങ്ങനെ ഇറക്കോ. എടാ സഹായം ഒന്നും വേണ്ട, നീ എന്തിനു സഹായിക്കാൻ പോകുന്നത്? പറ്റിയോടാ? അതാ താഴേക്ക് പോയി സ്ട്രൈറ്റ് നേരെ താഴേക്ക് പോവാ. മയില് കാല് പൊത്ത് കേറുന്നോ? കാല് പൊത്ത് കേറുന്നെന്ന് പറഞ്ഞ എന്താ? പറഞ്ഞു കഴിഞ്ഞാ വർക്കും തേറ്റുണ്ടാവും. തിരിഞ്ഞടല്ലേ? കാണുന്നല്ലേ അടുത്ത്? കേരളത്തിൽ കാണുന്നല്ലേ ഇപ്പൊ? ആണോ? അയ്യോ എനിക്ക് സത്യമായിട്ട് പേടി വരുന്നത്. താഴോട്ട് നോക്കുമ്പോ ഹലോ ഹലോ ഇത് എങ്ങോട്ട് ചാടണം? ഇതേ ഫ്രണ്ടിലത്തെ കമ്പി ജസ്റ്റ് മിസ്. അയ്യോ നേരെ കമ്പി നേരെ നേരെ അവൾ നേരെ 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 കമ്പി നേരെ ചടിക്കുക. അപ്പൊ എന്താടാ ഇത് ഇങ്ങനെ? ഇത് എവിടെ എത്തിയാൻ? ഒരു കുഴപ്പമില്ല സേഫാ. ഇത് എവിടെന്നാ പ്രാവ കേറണ്ടേ? ഇത് റൈറ്റിലെ കമ്പി ഉണ്ട്, അതുവഴി നടന്നൊന്നുകൂടെ. നിനക്ക് അറിയാവോ എന്റെ വഴി? ചെറുതടാ എനിക്ക് പിന്നെ വഴിയാനത്തില്ലേ? എത്ര വട്ടം കംപ്ലീറ്റ് ചെയ്ത ഗെയിമാ ഞാൻ? 3 വട്ടത്തെ തീർത്തിയായിരുന്നത്. സ്റ്റീമിലെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചാർന്നേ. കംപ്ലീറ്റ് ആയ സ്ക്രീൻഷോട്ട് ഒക്കെ കാണിക്കൂ. പിന്നെ അച്ചീവ്മെന്റ് ഉണ്ട്. എത്ര മണിക്കൂർ കളിച്ചെന്ന് അറിയണമല്ലോ. നേരെ ചാടിക്കോ. അപ്പുറത്ത് നടന്നു നോക്കോ. ബ്രാവോ എനിക്കൊരു സംശയമുണ്ട് കേട്ടാ. നീ ഊമ്പിക്കുവാണോ കൂടെ വയ്ക്കുവാണോ എന്നുള്ളത് അത് എനിക്ക് ഇതുവരെ തിരിച്ചറിയാൻ പറ്റില്ല. മനസ്സിലായോ? ഞാനിത് ഊമ്പിക്കോ? അത്രയുള്ള എന്റെ കാര്യത്തുള്ള വിശ്വാസം നിങ്ങളെ സിമ്പിളാ. പൈപ്പെങ്കിലും വലിഞ്ഞു കയറുവോ? ജസ്റ്റ് മേലോട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് മേലോട്ട് നോക്കേ. ഇത് നേരെയാണോ പോണ്ടേ? നേരെ വേണമെങ്കിൽ പോവാ. ഇതില് ഇത് മേലോട്ട് നോക്കിയേ, മേലോട്ട് മുകളിലോട്ട് നോക്ക്. മുകളിലോട്ട്
ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടുന്ന് ഈസി ആയിട്ട് വേണേ അതേ ചാടി പിടിക്കാം. പറ്റും, പക്ഷെ താഴെ പോരുത്. ഇല്ല, വട്ടത്തിൽ കിടന്നു, വട്ടത്തിൽ. എന്റെ എത്ര വർഷത്തെ പ്രയത്നം ബ്രാവോ ഇതൊന്ന് തീർക്കാന്നുള്ളത്. നമ്മളൊന്ന് തീർക്കുകയത് എന്നെ കേറ്. നീ 24 hours ആണോടാ? എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, 6-ാം തീയതി ലൈവ് വരണമെന്ന് അറിയാൻ വേണ്ടിട്ട് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിക്കാൻ വേണ്ടിട്ട്. ഇത് മേലോട്ട് നോക്കിയില്ലേ, വഴി അറിയണ്ടേ? ഫോട്ടോ അറിയണ്ടേ? തിരിഞ്ഞു നോക്കേ. അങ്ങനെയുണ്ടെങ്കില് അങ്ങനെ യാവാ. ചെക്ക് പോയിന്റ് നേരെ ചെക്ക് പോയിന്റ് ചെക്ക് പോയിന്റ് അല്ലേ? ഇതല്ല, അതാ ചെക്ക് പോയിന്റ്. ഇതാ നേരെ നടന്ന കറങ്ങി മേലോട്ട് പോകുന്നുണ്ട്. മേലോട്ട് നോക്ക്, റൈറ്റില്. ഇതല്ല, ഇതുവഴി കേറി പോണം. അതൊക്കെ ഓൾമോസ്റ്റ് നമ്മളെത്തി. ഈ വളവെന്ന് പറയുന്നത് ഇച്ചിരി കട്ടിയാണ്. നമ്മളെ പറ്റിക്കാൻ നോക്കും പലപ്പോഴും. ചിലപ്പോ നമ്മളെ തെന്നിപ്പോവും. അപ്പൊ തിരിഞ്ഞങ്ങ് കമ്പിയിലോട്ട് പിടിച്ചാൽ മതി. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ശ്രദ്ധയും കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട സ്ഥലമാണ് ഇവിടെ. മനസ്സിലായി. ഓരോ വളവും അത് മിണ്ടായിരുന്നാലേ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയാ, കോൺസെൻട്രേറ്റ്. എടാ ഉറങ്ങിക്കോടാ ബ്രോ, ഉറങ്ങിക്കോ. രാവിലെ ഒന്നും നോക്കാതല്ലേ തീർന്നത്. രാവിലെ ഒന്ന് നോക്കാം, ഇപ്പൊ അപ്പോഴും പൈപ്പിനകത്തായിരിക്കും. ഈ പുച്ചൊക്കെ ജോക്കിയുടെ ചിരിയൊക്കെ ഇപ്പൊ നിക്കുവേ. ഇപ്പൊ ആനയൊക്കെ എത്തിച്ചേർത്താ ആനയുടെ അവിടെ ലൈവ് വരണ്ടേ കേട്ടാ. ആനയുടെ അവിടെ ഒറ്റ തവണ എത്തിയാൽ മാത്രം എനിക്ക് മേടിച്ചാൽ മതി. ജോക്കിയുടെ ചിരിയൊക്കെ ഇപ്പൊ നിക്കുവേ. കമ്പിളത്തെ വഴി തീർന്നോ? തീരാറായി, ഇപ്പൊ തീരും. എന്താ ആനയാ, അടുത്ത ആനയാ കേട്ടോ. തീർന്നു, നിങ്ങളെ തീർന്നു. ആന മാറ്റിയിട്ട് വേറെ വല്ലതും പറഞ്ഞാൽ മതി. അവിടുന്ന് വേണ്ട, സാഹസം വേണ്ട ഈകളെ. ഇതൊക്കെ ഏതാ ആന? എത്ര വട്ടം കൊടുത്തു, ആന കൊടുത്തു. കേറി തഴമ്പിച്ച് ആനന്ദി ലൈവ് റെഡി ആയിക്കോ. ഇവിടുന്ന് പോണങ്ങ് സീനില്ലല്ലോ. ട്രെയിൻ എത്ര വരുന്നുണ്ട്? ഇവിടല്ലേ കൊമ്പാച്ചൻ? അയ്യോ അവിടെ അല്ല കൊമ്പാച്ചൻ. ആ ട്രാക്കിന്റെ ഇതിൽ കൂടെ ഓടണ്ടേ? അങ്ങനൊന്നും അല്ലേ? ഒരു ട്രെയിൻ വരുവായിരുന്നല്ലോ പറഞ്ഞ പോലെ. അത് അടിയിലല്ലേ? ട്രെയിൻ എവിടെയാണ്? അല്ല, ഇവിടെ ഉണ്ട്. ആ കമ്പി കൂടെ നടക്കണമെന്ന് തോന്നുന്നു. അതേ കൂടെ നടക്കണം. ഒരു സൈഡ് പോലും ഇല്ലേ എനിക്ക്? വ്യൂ മാറ്റാൻ പറ്റും. നീ ഒന്നും ചെയ്തു തരില്ല ദേവി. നീ ഇന്നലെ കുണ്ണ ഇട്ട് കണ്ണു പോലും കാണാൻ. ഒരു ബട്ടൺ നോക്കി കറക്റ്റ് ബാക്കിന്നാവും വ്യൂ ഇതിനകത്ത്. ഏത് ബട്ടൺ? ഏതോ ഒരു ബട്ടൺ നിൽക്കുമ്പോ കറക്റ്റ് ബാക്കിന്നാവും വ്യൂ. ഇപ്പൊ ഒരു സൈഡിലോട്ടല്ലേ? ഏകദേശം എല്ലാത്തിലും അങ്ങനെ തന്നെയല്ലേ പബ്ജിയിലും. ഈ ട്രെയിനകത്തുനിന്ന് വീണ് മരിച്ചിട്ടുണ്ട് ഞാൻ ഒരു ദിവസം. എന്റെ ലൈവ് കണ്ടവർക്കറിയാം, ചോദിച്ചു നോക്ക് അവരോട്. ഈ ട്രെയിനിൽ മരിച്ചിട്ടുണ്ട്, വെറുതെ പോകും ട്രെയിനിൽ നിന്ന്. പാലല്ലേ അത് ഊപ്പിക്കാനാണ് അതിന്റെ. പെട്ടെന്ന് ജോക്കി 6-ാം തീയതി ലൈവ് വരെ ഉള്ളതാ. ജോക്കി ലൈവാണ്. റെഡി ആയിരുന്നോ? എല്ലാരും റെഡി ആയിരുന്നോ? റെഡി ആയിരുന്നോ എല്ലാരും? നമ്മളെ കാലക്കുറെ ആയത് കളിക്കാൻ തുടങ്ങിയിട്ട്.
എത്തുന്നില്ലല്ലോ. എന്താ എത്താത്തേ? കുറച്ചുണ്ടെന്ന് എടാ മുച്ചിരി മൈനെ Come on. Come on. ഉപയോഗിക്കണം. അടിക്കേ മുച്ചിരി നിന്നെ ഞാൻ. ആരെത്തി? ഒറ്റ ട്രൈയിൽ എത്തിച്ചേർത്തേട്ടാ, ഒറ്റ ട്രൈയില്. ഒരേ കൊമ്പാച്ച. ഇതാ നീ എന്റെ ചെറുതനാ മോനെ. നീ കണ്ട ചോക്കി കൊമ്പന്റെ കൊമ്പയിലിരുന്ന് ആർഡർ ചെയ്യാൻ ഒറ്റ ഇത് ആനയുടെ കൊമ്പൊക്കെ വലുതാ കേട്ടാ. പിന്നെ അത് ഇത് മാറ്റണ്ട. ഇനിയിപ്പോ ഇത് മാറ്റണ്ട. 6-ാം തീയതി ലൈവേ പറഞ്ഞതുപോലെ. അന്ന് 6-ാം തീയതി ഞാൻ ലൈവ് ഇല്ല ജോക്കി, അപ്പൊ എന്തായാലും ലൈവ് വരണം. എന്നെ താഴെ ചാട്. ഏത് അടിക്കുവേ നിന്നെ ഞാൻ. എനിക്ക് ഉള്ളതാ കേട്ടാ. മുച്ചിരി നീ എന്റെ ഒരു കളി കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ ഇപ്പൊ ഇന്ന് കാണിച്ചു സമയത്ത് തരാം. സബ്വേ സർഫർ കാണിച്ചു തരും ഇപ്പൊ നിനക്ക്. സബ്വേ സർഫസ് എന്തോന്ന് കാണിച്ചു തരാം. എടാ നമ്മൾ ഈ ഗെയിം ടെൻസ്ഡ് ആയിട്ട് കളിക്കുമ്പോഴാണ് നമ്മൾ വീണ് പോണത്. നമ്മൾ ഭയങ്കര കൂളായിട്ട് വീണാലും ഒരു കോപ്പ് ഇല്ല എന്ന് പറഞ്ഞൊന്ന് കളിച്ചു നോക്കിയേ. എല്ലാം പെട്ടെന്ന് ടെൻഷൻ ആയിട്ട് കളിക്കുമ്പോഴാണ് പെട്ടെന്ന് പോകുന്നത്, മനസ്സിലായോ? സത്യം സത്യം സത്യം. അതെ, എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. ഫ്രീ ആയിട്ട് നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ പയ്യെ കാര്യങ്ങളും നടക്കും. സത്യം സത്യം സത്യം. 2 6 എന്തോ അടിച്ചു കഴിഞ്ഞാൽ ഡബിൾ ജമ്പ് എന്തോ ആകത്തില്ലായിരുന്നു, അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇല്ല, അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും ഇവിടെ എനിക്ക് പറ്റൂല. ആണല്ലേ? control ഒക്കെ ഇതൊക്കെ ഉള്ളിൽ കണ്ടോ? പണ്ട് വരുന്നത് ഇതൊക്കെ കണ്ടോ? എന്ത് ടെൻഷൻ ആയിട്ടാ കളിച്ചോണ്ടിരുന്ന അറിയാവോ? ഇപ്പൊ ഞാൻ എന്ത് കൂളാ നോക്കിയേ. അതിനെക്കാളും വലിയ ടെൻഷൻ ഉണ്ടല്ലോ ഇപ്പൊ. എന്നാ ഈ ഗെയിം ഫുള്ള് കംപ്ലീറ്റ് ആക്കണ്ട. ഓ അല്ല, അത്രയും കൂളല്ല ഞാൻ. അതാണോടാ ക്യാബേജ് ആണോടാ? ക്യാബേജ് സെക്കൻഡ് സൗണ്ട് എല്ലാം ഒന്ന് തന്നെ. സാവേജിനെ ആണോ ക്യാബേജ്? ലോല ആരാടാ നമ്മുടെ അതിനകത്ത്? ലോലൻ ആരാന്നോ? ലോലൻ എന്ന് പറയുന്ന ലോലൻ ലോലൻ അവൻ താഴെയാണോ ഉണ്ടാവും, അല്ലെ ആർപ്പിക്കാത്തായിരിക്കും. ഇവിടെ എടാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാടാ. ഗെയിം കംപ്ലീറ്റ് ചെയ്ത വേറെ വല്ലതും ടാസ്ക്? അങ്ങനൊന്നും പറഞ്ഞു കളയല്ലേ. അവൻ ആ ബെഡിലെ നേരെ ചാടിയാ മതി. ആ ബെഡിലോട്ട് ചാടാ. ആ അടുത്ത പെട്ടി ചാട്, അടുത്ത പെട്ടി ചാട്. ആ പോമ്പി. ഇനി കിടന്നിട്ട് ചാടാ, ഇരുന്നിട്ട് ചാടാ ഒന്നും കൂടെ. ആ പോമ്പി. ട്രെയിനിലേക്കിലെ കൊടുത്തീകളെ, ട്രെയിനിലേക്കിലെ കൊടുത്തീകളെ. ഇതിപ്പോ എന്തുവാ ആനയുടെ അണ്ടി പിടിച്ചിപ്പോ. നമുക്ക് ഏതിൽ കൺട്രോൾ ഉണ്ടായിരുന്നു? ഇനി വണ്ടി ഇല്ലാതെ നീ എന്തുവേണം നടന്നു കയറുവോ? ജോക്കി ഇതൊരു തന്തയില്ലാത്ത കളിയാ ജോക്കി. ഇതൊരു പണ്ടേ നമുക്ക് മനസ്സിലായ കാര്യമല്ലേ. അതും പോയി. കുഴപ്പമില്ല, താഴെ നമുക്ക് ട്രെയിൻ എടുത്തിട്ട് വരാം. ആ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ താഴെ നല്ല കമ്പി കയറി പിടി. ആ അത് പോയി. കമ്പി പിടി, കമ്പി പിടി, കമ്പി പിടി. കമ്പി പിടിക്കുന്ന പറഞ്ഞാ ഇത് അത്രക്ക് സിദ്ധു പറഞ്ഞ് പിടിക്കണ പോലെ അല്ല ജോക്കി. ഇത് എങ്ങനെയത്? എടാ ആ കമ്പി എടാ അതല്ലടാ, ഞാൻ താഴോട്ട് ചാടറ. എടാ നീ എന്തുകൂടെ ഒരു ബോളന്മാര് കളിക്കുന്ന കണക്ക് താഴോട്ട് ട്രെയിൻ താഴോട്ട് ചാടറാ. എടാ നീ താഴോട്ട് ചാട്, ഞാൻ പറയുന്നത് താഴോട്ട് ചാട്. താഴെ അല്ല ട്രെയിൻ, മേളിലെ ട്രെയിൻ. എടാ ഇത്രയും ഓടി കയറാൻ നിനക്ക് ഭ്രാന്താണോ? നീ ആ പാളമില്ല അവിടെ, നീ അവിടെ എങ്ങനെ ചാടും? ജോക്കി ഞാനേ അത് ഈസി ജമ്പല്ലേ അത്. നോക്കിക്കോ, ഇത് നോക്കിയോ, കണ്ണും പൂട്ടി ചാടാ അതൊക്കെ. ശരിയാണ്. ജോക്കി എവിടെ എനിക്ക് പ്രശ്നം പറ്റിയെന്നറിയോ? അതല്ല എന്റെ മെക്കാനിസം. എനിക്ക് എവിടെ പാളിപ്പോയെന്നറിയോ ജോക്കിക്ക്? കോക്കനട്ട് സിമുലേറ്റർ ക്ലോസ് ചെയ്തെടുത്ത്. എന്തോ കളി എല്ലാരും പറഞ്ഞു കളിക്കണം, നല്ല കളിയാ. നല്ല നല്ല ഗെയിമാണ് ജോക്കി, എന്തായാലും മേടിക്കണം. 50 രൂപയ്ക്കൊക്കെ അങ്ങനെ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യണം. എൻ്റെ ഒരു ഡ്രീം അതാണ്, അങ്ങനത്തെ ഒരു ഗെയിം ഉണ്ടാക്കണം. ഇടത്തോട്ടാണോ വലത്തോട്ടാണോ?
മുച്ചിറി ഒരു കിടിലം പയ്യനാന്ന് പറഞ്ഞ സ്പാം ഉണ്ടായിരുന്നു കുറച്ചു നേരം എന്റെ ലൈവില്. അതിനിപ്പോ പാൽക്കുപ്പി ഉണ്ടായിരുന്നില്ലേ? അതെപ്പോഴും വരാറുണ്ട്. ഇല്ല അത് പുതിയ ഉണ്ടാക്കിയിട്ടേക്കാം. ആര്? ചെറുത്തട്ടനെ പോലെ ഓ നിന്നല്ലടാ ഈ പാലുമ്പി എന്ന് വിളിക്കുന്നേ. കള്ള ഇട്ടത് വില്ലുമോനെ ഇതാക്കിയ പാലുമ്പിന്നാ പാൽക്കുപ്പി. അപ്പൊ ഇന്നോട്ട് അത് പാൽക്കുപ്പി മാറി. പാൽക്കുപ്പി മാറി പാലുമ്പി. വല്ല കാര്യം പേരൊന്നും വെറുതെ അല്ല, നല്ല ഹിറ്റ് പേരാണ്. അത് ഈ സഭയില് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക്? ശരിയാ. എടാ നമ്മള് തിരിച്ച് കൊമ്പന്റെ അടുത്ത് എത്തിയേ. കൊമ്പാ എൻ കൊമ്പ കാടിളക്കി വന്ന എന്റെ മതയാന. ഞാൻ ഇറങ്ങുവാടാ. എനിക്ക് തോന്നുന്നു ഈ ഗെയിം കേരള ഗെയിമില് മൂന്നാമത് നാലാമത് ഇപ്പൊ വീണ്ടും 4ാമത്തെ വട്ടം കളിച്ചു തീർക്കാൻ പോണ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്നെ വായിക്കൊണ്ട് പറഞ്ഞ് തെറിയെന്ന് വിളിപ്പിക്കില്ല കേട്ടോ. ഇവിടെ അമ്മൂമ്മയുടെ നോക്കുന്നു. മുച്ചിരി വയറാണ് സക്കാ ബൈ പാവ ബൈഡോ ബൈ ബൈ ബൈ. ഈകളെ പോടാ ബൈ. എല്ലാവർക്കും ബൈ പിള്ളേരെ ബൈ. 6-ാം തീയതി ആണ്. ബൈ ബൈ ബൈ. സോളോ ഗെയിം മൾട്ടിപ്ലെയർ ആണ്. ഏത് ഇതാ? ഇത് മൾട്ടിപ്ലെയർ ആയിരുന്നു. കളിക്കാൻ അറിയാവുന്ന ഏതെങ്കിലും ഒരുത്തിനെ വിളിച്ചോണ്ടോ ഞാൻ കളിപ്പിച്ച് തീർക്കൂലായിരുന്നോ? സോളോ അല്ലേ? പിന്നെ അതല്ലേ ഇതിന്റെ പ്രശ്നം. ചന്ദ്രനൊന്നും തീർത്തിട്ടേ ഇല്ല. പിന്നെ അവനൊന്നും ഒരിക്കലും പറ്റില്ല, ബുദ്ധിയില്ലല്ലോ. ഈ ഗെയിമിൽ ബുദ്ധി വേണോ? പിന്നെ ഈ ഗെയിം കളിക്കാൻ ബുദ്ധി വേണോടാ? ഇത് ബുദ്ധിയില്ലാത്തവർക്ക് പറ്റത്തില്ല. സെക്ക നീ പ്രൈസ് അന്വേഷിക്കണ്ട. ഇത് ബുദ്ധിയില്ലാത്തവർക്ക് പറ്റൂല ഈ കളി. ഗെയിമിന്റെ പേരെന്ത്? ഈ ഗെയിമിന്റെ പേര് ഒള്ളിയപ്പ്. ഓൺലി അപ്പ് മേടിക്കണം. എത്ര രൂപയാ ലൈവ് ഇട്ട് തീർക്കും? ഒരു പെണ്ണുള്ള ഇമോജി അതാ. എന്ത് 48 റുപ്യ. 48 രൂപയ്ക്ക് ഒള്ളിയപ്പ് കിട്ടൂല. അതല്ല ഓൺലി അപ്പൻ. അപ്പനല്ല അപ്പന്ന്. ഇല്ല വരുന്നില്ല. സ്പീഡ് റൺ ആണ്. അതാ ഇങ്ങനെ ആയിരിക്കും പോണം ഫുള്ള് കേട്ടോ. ഇനി ഒരു ഇതില്ല, ഇനി ഫുള്ള് സ്പീഡ് റൺ. അല്ല ഞാൻ പറയാൻ ഈ ബെഡ് അല്ലാതെ വേറെ ഏതുവഴിയെങ്കിലും കേറാൻ പറ്റുമോ? പക്ഷെ ബെഡ് ആണ് എളുപ്പം. ബെഡ് എളുപ്പമാണ്. ബെഡിലോട്ട് വീഴണം. മനസ്സിലായോ? അണ്ണനൊക്കെ ഈസിയാണത്. അത്ര ഉള്ളോ? സെക്കൻഡ് ട്രൈയിൽ എത്തിയില്ലേ? ബാക്കി മേലോട്ട് താഴോട്ട് ഒരിക്കലും അതില്ല. ഉള്ളി അപ്പല്ലേ ഇത്? അല്ലല്ല ഇതുവഴി പോണം. ഇതുവഴി ഇങ്ങനെ കയറിയത് കമ്പിയുടെ അറ്റത്തൊന്നും മേലെ കയറിയിട്ടാണ്. തങ്ങി നിൽക്കും. അതിന്റെ വ്യൂ ഒരു ശരിയല്ലാത്ത വ്യൂ അതല്ലേ ഇത്? ഇതുവരെ ഇവിടെ തന്നെ അയ്യോ കഴിഞ്ഞില്ലേ? കഴിഞ്ഞെന്നോ? എടാ ഇത് കണ്ടോ മേളിലോട്ട്? നീ എനിക്കിത് നിന്നെ കാണിച്ചാൽ ഇത് കണ്ടോ? ആ കാണുന്നത് വരെ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അതിന്റെ മുകളിലുണ്ട്. ഇത് കംപ്ലീറ്റ് ആക്കി വരുന്നുണ്ടോ? ഞാനൊക്കെ കംപ്ലീറ്റ് ആക്കിയില്ലത്. ഇത് എന്റെ മൂന്നാമത്തെ വട്ടം തീർക്കാൻ പോണം. മൂന്നാമത്തെ വട്ടം. നമുക്ക് കളിക്കാടോ അത്. ഗെയിമിന്റെ പേര് കിട്ടുന്നില്ല. ഒള്ളി അപ്പടാ. ഒള്ളി അപ്പ് അങ്ങനെ തന്നെ. ONLY UP വരുന്നില്ല. ഒള്ളിയപ്പില്ലാത്ത സ്റ്റീമാണ് ഇവന്റെ. എവിടെ നോക്കിയേ? സ്റ്റീമില് സെർച്ച്. അത് ലൈബ്രറിയിലാണോ പോയി നോക്കിയ പോലെ? തീർത്തിട്ടുണ്ടോ ഇത്? സ്പീഡ് തീർത്തോ ഇത്? ഈ ഗെയിം നിർത്തലാക്കി ആണോ? നിർത്തലാക്കിയോ? ആ അപ്പൊ ഉള്ളവർക്ക് മാത്രമേ ഉള്ളു കേട്ടോ ഇത്. ഓ മൈ ഗാഡ്. അതല്ലേ അപ്പാപ്പന്റെ ഇല്ലേ? ഉണ്ട്. അപ്പാപ്പന്റെ ഫാമിലി സെറ്റ് ചെയ്തത് ഈസി.
നിങ്ങൾ ആലോചിക്കും ഇത് ഇത്ര സിമ്പിൾ ഗെയിം ആയിരുന്നടാ, ഇതിന്റെ ഇത്ര സിമ്പിൾ, നമ്മൾ ഇതിനെയാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുത്തത്. സത്യം പറഞ്ഞ എത്ര ദിവസം ഇതിന്റെ പുറകെ കളഞ്ഞല്ലേ. സത്യം ഒരു നേരത്തെ ഇത് കംപ്ലീറ്റ് ആക്കാൻ കഴിയോ? എന്താ മലയാളത്തിൽ പറയോ? ഒരു ഒരു ദിവസം കൊണ്ട് ഫസ്റ്റ് ട്രൈ എന്നാണ് ഉദ്ദേശിച്ചത്. 18+ ആണ്, അതുകൊണ്ടാണോ? ഇങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പൊ ഇതിനകത്തല്ലേ ഇത് കേറുന്നേ? ഫണ്ടി ഇതിലെന്താ 18+? അല്ല ബസ്സിലല്ലെന്ന് തോന്നുന്നു. ബസ്സിലല്ലേ? അല്ലല്ല, ഫ്രണ്ടില് വഴി ഉണ്ടാവും. അല്ല അതാണ് ഡ്രം. സിമ്പിൾ ഗെയിമായി പോയി. സ്റ്റെപ്പ് ലെഫ്റ്റില് വെറുതെ കോംപ്ലിക്കേറ്റ് ആക്കിയതല്ലേ ഇംഗ്ലീഷ്. അടുത്തത് പറയുന്നത് ഉണ്ടാക്കി തെറിവിളിയായിരിക്കും കേട്ടോ. നേരെ കമ്പി. മറ്റേ ചാടി പോയിട്ട് വഴി അറിയത്തില്ലല്ലോ ഇനി. എന്ത് രസമാണ് കാണാൻ. ഏതൊരു ഒരു ട്രെയിലർ ട്രാക്കിലോട്ട് പിടിച്ചു. എന്നെന്തായാലും താട്ട് ചാടിക്കണം. വേണ്ട, ഇത് നടക്കൂല. ഇല്ല, വിട്ടുകൊടുക്കത്തില്ല, അങ്ങനൊന്നും വിട്ടുകൊടുക്കത്തില്ല. എന്ത് നിനക്ക് അത്ര ഒരു വിശ്വാസം ഇല്ലാത്ത രീതിയിൽ ഒരു പുച്ഛം പോലെ നിനക്ക്. ഇല്ല, അങ്ങനല്ല, ഒരു സെക്കൻഡ് പറഞ്ഞ. മുച്ചിരി, നീ ഗെയിം കളിച്ച് ലൈവ് ഇട്ട് 1 മണിക്കൂറിൽ ഈ ഗെയിം തീർത്ത, അല്ല വേണ്ട 2 മണിക്കൂർ സമയം തരാം. 2 മണിക്കൂറിൽ ഈ ഗെയിം തീർത്ത നിനക്ക് ഞാനൊരു ഗ്രാഫിക്സ് കാർഡ് മേടിച്ചു തരും, 50 സീരീസ്. നാളെ കേട്ടണല്ല. പക്ഷെ ഗെയിം നേരത്തെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഇല്ല, ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ ലൈവ് കാണിക്കാം. വേറെ അക്കൗണ്ടിൽ കളിക്കുമല്ലോ. ഇല്ല ഏബേ അല്ല 2 മണിക്കൂർ 2 മണിക്കൂർ തീർക്കണോ? ആ തീരത്തില്ലല്ലോ. അതല്ലേ ചലഞ്ച്. ചെക്ക് പോയിന്റ് ഇല്ലാതെ. ചെക്ക് പോയിന്റ് ഇല്ലല്ലോ അല്ലേ ഈ ഗെയിമിന്? എടാ സ്റ്റീമിൽ ഈ ഗെയിം ഇല്ല ഇപ്പം. ഇല്ല നിർത്തി. അപ്പാപ്പന്റെ ഉണ്ട്, ഫാമിലി ഫ്രണ്ട്ലി ആക്കി തരുമല്ലോ. ഈ ഗെയിം ടൈം എത്ര ഉണ്ട്? പക്ഷെ ഞാൻ വേറെ ഈ ട്രയല് ഞാനിത് തീർക്കാൻ പോവാ. ഇത് ഈസിയാ ഗൈസ്, ഇത് ഈസിയാ. ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന കാര്യമില്ല. ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആ ഫ്രണ്ടിൽ എന്തുവാന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ഓടിയാൽ മതിയായിരുന്നു. മനസ്സിലായോ? ഞാൻ വെറുതെ ഓടിയതാ. ഇതെനിക്ക് ഈസി ആയിട്ട് തീർക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ താഴോട്ട് വീണ ഒന്നും സംഭവിക്കാൻ പോകണില്ല. നമ്മുടെ കൈയും കാലും ഒന്നും ഒടിവില്ലല്ലോ. കളി നോക്കൂലേ? വീണ്ടും കളിച്ചാ പോരെടാ. നമുക്ക് നമ്മളെ ഇത് ഇത്ര പേടിച്ച് പാനിക് ആവാൻ വേണ്ടിട്ടൊന്നും ഇല്ലല്ലോ. കളിയാകുമ്പോ തോൽക്കും. ശരിയാ, എനിക്ക് പേടിയുണ്ട് കേട്ടോ. ഇത് ഇതിനൊരു ടെക്നിക് ഉണ്ട്, ചാടി പോയാ. ഇതെന്താ ചാടുന്നത്? ഇതല്ലാതെ തന്നെ പോയാ. ഈ ഗെയിമിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയണേ? ഈ നമ്മള് സംസാരിക്കുമ്പോ മൈൻഡ് എന്തിനാ മേലെ കയറുന്നേ? താഴെ ഇറങ്ങാൻ. നീ ഇവരെന്താ കാണുന്നില്ലേ? നോക്കട്ടെ, സ്റ്റീമിലുണ്ടോ നോക്കട്ടെ. കട്ടിൽ എന്നെ ഊമ്പിച്ചതാണാ. ഇത് പെട്ടെന്ന് താഴോട്ട് എത്തിയല്ലോ. സ്റ്റീമിലുണ്ടല്ലോ.
പൊട്ടെന്ന് സ്റ്റീമിലില്ല അങ്ക് കാണിക്കുന്നില്ല നോക്കുതാ ഉണ്ടടാ നോക്കേ സ്ക്രീൻ ഷെയർ 110 രൂപ അതെ ഉള്ളിയപ്പ്. ഓൺലി അപ്പതാ. ഓ, ഇത് വേറെ സീമ കേട്ടോ, ഇത് വേറെ ഉള്ളിയപ്പാന്ന് അത്. ഇതായാലും കംപ്ലീറ്റ് ആക്കാൻ പോരെ. ഇത് കുറച്ച് ടഫാന്ന് തോന്നുന്നു. ഇതെവിടാ? അല്ല സെയിം സാധന. ഓ ശരത്തേട്ട എവിടുന്നോ വന്ന് കമ്പാക്ക് അടിച്ച് അണ്ണാക്കിനെ മേടിച്ച് ആ ഒരൊറ്റ കാലിലേക്ക് സന്തോഷമുണ്ട് കേട്ടോ. പാവം. ഞാനപ്പോഴേ ഇറങ്ങണം ബ്രാവോ. പോയിട്ട് വാ. ഞാൻ ഇറങ്ങാം. എന്റെ 24 hours ലൈവില് ഞാൻ ഇത് കളിച്ച് തീർത്തിരിക്കും. ഇത് ഞാൻ ചലഞ്ച് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്റെ അടുത്ത 24 hours ലൈവില് ഞാൻ ലഘു ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടുത്തത് ഇതാണ് ഉള്ളിയപ്പ്. അതെ. അപ്പൊ എനിക്കിന്ന് തൽക്കാലം ഈഗോ ഇല്ല. ഈഗോ പറഞ്ഞു കഴിഞ്ഞാൽ 24 48 ആകും. അയ്യോ സത്യം, ഇതിലൊക്കെ ഈഗോ കാണിക്കാൻ നിന്ന മുമ്പിൽ പോത്തേ